നമസ്കാരം. അമേരിക്കയുടെ ചരിത്ര പ്രസിദ്ധമായ 250ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെ വ്യക്തിപൂജയ്ക്കുള്ള രാഷ്ട്രീയ വേദിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മറ്റാരുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന്റെ ഈ ഒരു നീക്കങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ ഇപ്പോൾ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. ആഘോഷ പരിപാടികളിൽ നിന്നും പ്രമുഖ സംഗീതജ്ഞർ കൂട്ടത്തോടെ വിട്ടുനിന്നതോടെയാണ് അവർക്ക് പകരക്കാരനായി ട്രംപ് മറ്റാരെയുമല്ല കണ്ടെത്തി, തന്നെ അങ്ങ് കണ്ടെത്തി. അപ്പോ വെർജീനിയയിലെ സ്റ്റെർലിംഗിലുള്ള തന്റെ സ്വകാര്യ ഗോൾഫ് ക്ലബിലെത്തിയ ശേഷം ഉപദേഷ്ടാക്കളുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഈ വൻ പരിപാടിയുടെ മുഖ്യ ആതിഥേയൻ താൻ തന്നെ ആയിരിക്കുമെന്ന് ട്രംപ് അങ്ങ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. തന്റെ പതിവ് അഹങ്കാര ശൈലി ആവർത്തിച്ചുകൊണ്ട് തന്നെ സംഗീത ഇതിഹാസം എൽവിസ് പ്രെസ്ലിയേക്കാൾ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ മറ്റാരും വേണ്ട, എന്നെ കൊണ്ട് തന്നെ ആകും എന്ന അവകാശവാദം ട്രംപ് മുന്നോട്ട് വെച്ചത്. ലോകത്തെവിടെയും ഒന്നാം നമ്പർ ആകർഷണമായ എൽവിസിനേക്കാൾ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടാൻ കഴിയുമെന്ന ട്രംപിന്റെ വിശ്വാസമാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് ഗിറ്റാർ ഇല്ലാതെയാണ്. സംഗീതജ്ഞൻ ചെയ്യുന്നത്. ഇവിടെ ട്രംപോ എന്തായാലും താൻ നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗമായിരിക്കും പരിപാടിയുടെ പ്രധാന ആകർഷകമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. തന്റെ കടുത്ത അനുയായികളായ മഹാനായ ദേശസ്നേഹികളെ മാത്രം ഇതിലേക്ക് ക്ഷണിക്കുകയുള്ളൂ എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ പൊതു ആഘോഷത്തെ ട്രംപ് സ്വന്തം പാർട്ടി പരിപാടിയാക്കി മാറ്റുന്നു എന്ന വിമർശനം വ്യാപകമാകുന്നുണ്ട്. നാഷണൽ മാളിൽ ജൂൺ അവസാനം മുതൽ 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ഗ്രേറ്റ് അമേരിക്കൻ സ്റ്റേറ്റ് ഫെയർ എന്ന പേരിലുള്ള ഒരു വലിയൊരു മേളയാണ് ട്രംപ് ഭരണകൂടം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ മേളയിൽ 110 അടി ഉയരമുള്ള ഫെറീസ് വീലും പ്രശസ്ത കൺട്രി ഗായകൻ മാട്രി മക്ബർഡും റോക്കർ ബ്രറ്റ് മൈക്കിളും തുടങ്ങിയവർ വൻ താരനിര തന്നെ ഈ സംഗീത പരിപാടികൾ ഉണ്ടാകുമെന്നായിരുന്നു സംഘാടകർ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഈ പ്രഖ്യാപനം വന്ന ദിവസങ്ങൾക്കകം തന്നെ അമേരിക്കൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന ട്രംപിന്റെ രാഷ്ട്രീയ അജണ്ട മനസ്സിലാക്കിയ കലാകാരന്മാർ പരിപാടിയിൽ നിന്നും എന്ത് ചെയ്തു? കൂട്ടത്തോടെ പിന്മാറി. തന്റെ പരിപാടി ബഹിഷ്കരിച്ച കലാകാരന്മാരോട് കടുത്ത പ്രതികാര ബുദ്ധിയോടെയാണ് ട്രംപ് പ്രതികരിച്ചത്. പഠനം ഉപേക്ഷിച്ചവരും ഉയർന്ന ശമ്പളം വാങ്ങുന്നവരുമായ 3ാം നിര ആർട്ടിസ്റ്റുകൾ എന്നാണ് ട്രംപ് ഇവരെ തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ അധിക്ഷേപിച്ചത്. താൻ പ്രസിഡന്റ് ആയതിനു ശേഷം ചെയ്തതുപോലെ തന്റെ പ്രസംഗം രാജ്യത്തെ മുന്നോട്ട് നയിക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ രാജ്യത്തിന്റെ പൊതുവായ ഓരോ ദേശീയോത്സവത്തെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനും ഭിന്നിപ്പിന്റെ വേദിയുമാക്കി മാറ്റുന്ന ട്രംപ് എന്ന ഏകാധിപത്യ മനോഭാവത്തിനേറ്റ കനത്ത പ്രഹരം കൂടിയാണ് സംഗീതജ്ഞരുടെ ഈ പിൻവാങ്ങൽ. എന്തായാലും ട്രംപിന്റെ രാഷ്ട്രീയ ലാഭത്തിനായി തങ്ങളെ കരുവാക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാണ് റോക്കർ ബ്രറ്റ് മൈക്കിൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ നിന്നും ഒഴിഞ്ഞു മാറിയത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ ആഘോഷമായി ഞങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പരിപാടിക്ക് പിന്നിൽ കൂടുതൽ ഭിന്നിപ്പുണ്ടാകുന്ന ഒന്നായി പരിണമിച്ചു. എന്തായാലും രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കേണ്ട ഒരു ദിനത്തെ ട്രംപ് തന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നതിനുള്ള അതൃപ്തിയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിൽ ഉദിച്ച വ്യക്തിപരമായ താല്പര്യമാണ് ഈ ഗ്രേറ്റ് അമേരിക്കൻ സ്റ്റേറ്റ് ഫെയർ. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളുടെയും പ്രദേശങ്ങളുടെയും പവലിയനുകൾ സ്ഥാപിച്ച് ഒരു മേള നടത്താനായിരുന്നു നേരത്തെ പദ്ധതി. എന്നാൽ ഇത് സാധാരണ അമേരിക്കൻ ജനങ്ങൾക്കുള്ളതല്ല എന്നും മറിച്ച് ട്രംപിന്റെ കടുത്ത തീവ്ര വലതുപക്ഷ അനുയായികളായ മാഗ ആരാധകരെ മാത്രം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരുക്കുന്ന നാടകമാണ് എന്ന് വിമർശകർ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടി. അമേരിക്കയുടെ 250ാമത് വാർഷികം ആഘോഷിക്കാൻ അമേരിക്കൻ കോൺഗ്രസ് ഇരു പാർട്ടികളുടെയും പങ്കാളിത്തത്തോടെ അമേരിക്ക 250 എന്നൊരു ഔദ്യോഗിക ഗ്രൂപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ടൈംസ് സ്ക്വയറിലെ പുതുവത്സര ആഘോഷം പോലുള്ള പൊതുപരിപാടികൾ നടത്തുന്നത് അവരാണ്. എന്നാൽ ഈ ദ്വികക്ഷി സമിതിയെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടാണ് ട്രംപ് അടുത്ത ബന്ധമുള്ള ഫ്രീഡം 250 എന്ന പക്ഷപാതപരമായ സംഘടനയെ ഈ സ്റ്റേറ്റ് ഫെയർ നടത്താൻ ട്രംപ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പരിപാടി പക്ഷപാതരഹിതമാണെന്നും അവർ വാദിക്കുന്നുണ്ട് എങ്കിലും ട്രംപിനെ മുഖ്യ അതിഥിയാക്കുന്നതിലൂടെ ഈ വാദം പൂർണ്ണമായും പൊളിഞ്ഞു പാളീസായിരിക്കുകയാണ്. ദേശീയ മാളിൽ സ്റ്റേറ്റ് ഫെയറിന് പുറമെ വാഷിംഗ്ടൺ DC-യുടെ പ്രധാന തെരുവുകളിൽ ഒരു ഫ്രീഡം 250 ഗ്രാൻഡ് പ്രിക്സ് ഇൻ ദി കാർ റേസും അതിലും കഷ്ടമായ വൈറ്റ് ഹൌസിന്റെ സൗത്ത് ലോണിൽ വെച്ച് ഒരു UFC ഗുണ്ടാ പോരാട്ടവും നടത്താനാണ് ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നത്. എന്തായാലും ഈ വലിയ സംഗീത ബഹിഷ്കരണത്തിന്റെ നാണക്കേടും വൈറ്റ് ഹൌസിനുള്ളിൽ വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന് കാരണമായിട്ടുണ്ട്. പരിപാടിയുടെ ആസൂത്രണം ചെയ്യുന്നതിൽ സംഭവിച്ച കനത്ത വീഴ്ചയാണ് നാണക്കേടിന് കാരണം. എന്തായാലും വരും ദിവസങ്ങൾ ട്രംപ് തന്റെ ഭരണകൂടത്തിലെ പല ഉദ്യോഗസ്ഥരെയും പുറത്താക്കിക്കൊണ്ട്
അഴിച്ചുപണി നടത്തിയേക്കും എന്നാണ് സൂചന. എന്തായാലും സ്വന്തം പരാജയങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ട്രംപിന്റെ പതിവ് തന്ത്രമാണ് ഇവിടെ വ്യക്തമാകുന്നത്.